ഹലോ എവരിവൺ, സ്റ്റോക്ക് മാർക്കറ്റ് ലേണിംഗ് സീരീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ആൻഡ് എക്സ്റ്റൻഷൻ ആണ് പഠിക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളൊന്നും പഠിക്കാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്തിനാണ് ഈ ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ മാർക്കറ്റിൽ ഏതെങ്കിലും ഒരു അസറ്റ് ഇപ്പോൾ ഇങ്ങനെ സിക്സാഗ് ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ, ഇപ്പോൾ ഒരു സിക്സാഗ് വന്നു, മുകളിലോട്ട് കയറി താഴോട്ട് വന്നു, പിന്നെയും മുകളിലോട്ട് കയറിയിട്ട് താഴോട്ട് വരുമ്പോൾ എവിടം വരെ വരുമെന്നും ഏത് പോയിന്റിൽ നിന്ന് റിവേഴ്സ് ആയിട്ട് മുകളിലോട്ട് പോകുമെന്നും, മുകളിലോട്ട് പോവുകയാണെങ്കിൽ ടാർഗറ്റ് നമുക്ക് എവിടെ വെക്കാൻ പറ്റുമെന്നും നമുക്ക് കൃത്യമായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി, ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഫിബൊനാച്ചി റിട്രേസ്മെന്റ്സ് ആൻഡ് എക്സ്റ്റൻഷൻ. ഓക്കെ, റിട്രേസ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ഇത് താഴോട്ട് വരികയാണെങ്കിൽ ഏത് പോയിന്റിൽ ടച്ച് ആയിട്ട് റിവേഴ്സ് ആയി പോകും എന്നറിയാൻ വേണ്ടിയിട്ടും, ഇപ്പോൾ ഏത് സ്ഥലത്തു നിന്നാണ് റിവേഴ്സ് ആയി പോകുക എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഫിബൊനാച്ചി റിട്രേസ്മെന്റ്സ് യൂസ് ചെയ്യുക. അതുപോലെ നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം ടാർഗറ്റ് ഏത് പോയിന്റിലാണ് ടാർഗറ്റ് വെക്കാൻ പറ്റുക എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഫിബൊനാച്ചി എക്സ്റ്റൻഷൻ. ഇപ്പോൾ ഓൾ ടൈം ഹൈയിലൊക്കെ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്ക് ആണെങ്കിൽ ഓൾ ടൈം ഹൈയിലാണ് പോയിട്ടുള്ളത്, മുൻപൊന്നും ആ ഒരു പോയിന്റിൽ ആ മാർക്കറ്റ് ടച്ച് ആയിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു സപ്പോർട്ടോ റെസിസ്റ്റൻസോ മാർക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ടാർഗറ്റ് ഒക്കെ വെക്കണമെങ്കിൽ ഫിബൊനാച്ചി എക്സ്റ്റൻഷനെ ഡിപ്പെൻഡ് ചെയ്യണം. അപ്പോൾ ഇതിൽ ഫിബൊനാച്ചി റിട്രേസ്മെന്റ്സും എക്സ്റ്റൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോസ് ഷോർട്ട് ടേം എന്താ പറയുക സീരീസ് ആയിട്ടാണ് നമ്മൾ ചെയ്തത്. ഷോർട്ട് ടേമിൽ നമുക്ക് എങ്ങനെ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യാം, അതിലെങ്ങനെ എൻട്രി എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ വീഡിയോയിൽ മീൻസ് കഴിഞ്ഞ വീഡിയോൻ്റെ മുൻപത്തെ വീഡിയോയിൽ നമ്മൾ സ്റ്റോക്ക് എങ്ങനെ സെലക്ട് ചെയ്യണമെന്ന് പഠിച്ചു, എവിടെ നിന്ന് സെലക്ട് ചെയ്യണം, എങ്ങനെ സെലക്ട് ചെയ്യണം നമ്മൾ പഠിച്ചു. ആ സെലക്ട് ചെയ്ത സ്റ്റോക്കിൽ നമുക്ക് എങ്ങനെ എൻട്രി എടുക്കാം, എങ്ങനെ സ്റ്റോപ്പ് ലോസ് വെക്കാം, എങ്ങനെ ടാർഗറ്റ് വെക്കാമെന്നും ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ പ്രോബബിൾ റിവേഴ്സൽ സോൺ മാർക്ക് ചെയ്യാൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രോബബിൾ റിവേഴ്സൽ സോണും മാർക്ക് ചെയ്യാൻ പഠിച്ചു, സ്റ്റോപ്പ് ലോസ് വെക്കാനും പഠിച്ചു. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയിട്ട് നോക്കുകയാണെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ലേണിംഗ് സീരീസ് അല്ലെങ്കിൽ ഷോർട്ട് ടേമിൻ്റെ തനിച്ചൊരു പ്ലേലിസ്റ്റ് ആക്കിയിട്ടുണ്ട്, അതെടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു 3-4 വീഡിയോസേ ഉള്ളൂ. ലാസ്റ്റത്തെ ഒരു 2 വീഡിയോ കാണുകയാണെങ്കിൽ സ്റ്റോക്ക് സെലക്ട് ചെയ്യണതിൻ്റെയും അതിൽ നമ്മൾ ഇതേപോലെ ഇപ്പോൾ ഇത് താഴോട്ട് വന്നിട്ട് ഒരു പോയിന്റിൽ നിന്ന് റിവേഴ്സ് ആയി പോവുമല്ലോ, ആ റിവേഴ്സൽ പോയിന്റ് അത് എവിടെ ആണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് സോണ് മാർക്ക് ചെയ്യണം, ഇങ്ങനെ ഒരു സോണ് മാർക്ക് ചെയ്യണം. ഒന്നുകിൽ സോണ് മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ 2 ഹൊറിസോണ്ടൽ ലെവൽസ് വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് വിടാം. ഏത് പോയിന്റിന്റെ ഉള്ളിൽ വന്നിട്ടായിരിക്കും അത് റിവേഴ്സ് ആയി പോവുക എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പഠിച്ചു. പിന്നെ സ്റ്റോപ്പ് ലോസ് എവിടെ കൺസിഡർ ചെയ്യണമെന്നും പഠിച്ചു. ഇനി ടാർഗറ്റ് എങ്ങനെ ഫൈൻഡ് ചെയ്യാം, അതിന് നമുക്ക് എക്സ്റ്റൻഷൻസ് ഫിബൊനാച്ചി എക്സ്റ്റൻഷൻ യൂസ് ചെയ്യാം. റിട്രേസ്മെന്റ്സ് ഇത് താഴോട്ട് വന്ന് ടച്ച് ആയിട്ട് പോകുന്ന ആ ഒരു പോയിന്റ് ഇല്ലേ, ആ ഒരു പോയിന്റ് മനസ്സിലാക്കാൻ റിട്രേസ്മെന്റ്സ് യൂസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഫിബൊനാച്ചി ടൂളിനെ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് ഫിബൊനാച്ചി ടൂൾ എന്ന് പറയുന്നത്. ഇതിൽ 0.7, 0.6, 0.5, 0.3, 0.2 എന്നൊക്കെ പറയുന്നത് റിട്രേസ്മെന്റ്സ് ആണ്. മാർക്കറ്റ് ഇങ്ങനെ മുകളിലോട്ട് പോയിട്ട് ഈ 1 നമ്മൾ ഹൈയിലാ വെക്കുക. അത് ഞാൻ കാണിച്ചു തരാം ഫിബൊനാച്ചി എങ്ങനെയാണ് പ്ലേസ് ചെയ്യാന്നുള്ളത്. ഒരു പോയിന്റിൽ ടച്ച് ആയിട്ട് ഇതിങ്ങനെ താഴോട്ട് വന്നിട്ട് റിവേഴ്സ് ആയി പോകും, ഏതെങ്കിലും ഒരു പോയിന്റിൽ തട്ടിയിട്ട് റിവേഴ്സ് ആയി പോകും. മോസ്റ്റ് പ്രോബബ്ലി റിവേഴ്സ് ആയി പോകുന്ന പോയിന്റ് എന്ന് പറയുന്നത് 0.6, 0.5ന്റെ ഉള്ളിൽ നിന്ന് റിവേഴ്സ് ആയി പോകുന്നതാണ് മിക്ക സമയങ്ങളിലും കാണാറുള്ളത്. ചിലപ്പോൾ അത് 0.3ലേക്ക് വരും, ചിലപ്പോൾ 0.6 തന്നെ അത് റിവേഴ്സലായി പോകും, ചിലപ്പോൾ 0.7 പോവും, 0.2ലേക്ക് വരെ വന്ന് പോവാം. അപ്പോൾ ഫിബൊനാച്ചി റിട്രേസ്മെന്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ 4-5 പോയിന്റുകൾ കിട്ടും. ഇതിൽ എവിടെ നിന്ന് റിവേഴ്സൽ ആവും നമുക്ക് ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഒരു 5 പോയിന്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നിന്നാണ് റിവേഴ്സ് ആയിട്ടും പിന്നെ മുകളിലോട്ട് ആ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാം.
അത് ഷാർപ്പായിട്ട് ഏത് പോയിന്റ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, റിവേഴ്സൽ സോൺ മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ടാർഗറ്റ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ എക്സ്റ്റൻഷൻ യൂസ് ചെയ്യും. അപ്പോൾ മാർക്കറ്റ് മേലോട്ട് പോയി താഴോട്ട് ഇറങ്ങി ഏതെങ്കിലും ഒരു റിട്രേസ്മെന്റ് സോണിൽ ടച്ച് ആയിട്ട് മുകളിലോട്ട് കയറും. കയറുമ്പോൾ ഈ 1 എന്നുള്ളതിനെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ടും 1.6 സെക്കൻഡ് ടാർഗറ്റ് ആയിട്ടും 2.6 തേർഡ് ടാർഗറ്റ് ആയിട്ടും പിന്നെ അതിന്റെ മുകളിലുള്ളതെല്ലാം അത് ആ ഒരു ടാർഗറ്റുകളാക്കിയിട്ട് പിന്നെ വരുന്ന ടാർഗറ്റുകളാക്കി നമ്മൾ കീപ്പ് ചെയ്യും. ഇങ്ങനെയാണ് ഫിബൊനാച്ചി റിട്രേസ്മെന്റ്സും എക്സ്റ്റൻഷൻസും യൂസ് ചെയ്യുക. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ടൂളാണ്. അതിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഇതിനായിട്ട് ഞാൻ പ്രിസിഷൻ ക്യാംഷാഫ്റ്റ് ലിമിറ്റഡ് ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ എൻട്രി എടുത്തത് ഇത് സ്റ്റോക്ക് സെലക്ട് ചെയ്തതും ഇതിൽ എൻട്രി എടുക്കുന്നതിന്റെ ഒരു എൻ്റെ വ്യൂ ഒക്കെ ഞാൻ 1 മാസം മുൻപ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതിനുശേഷം ഇപ്പോൾ ഈ സ്റ്റോക്ക് എന്താ അവസ്ഥ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഫിബൊനാച്ചി ടൂളിനെ കുറിച്ച് പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ ഇതിൽ പ്രോബബ്ലി ഞാൻ പറഞ്ഞല്ലോ 0.6ന്റെയും 0.5ന്റെയും ഉള്ളിൽ നിന്നാണ് ഇത് ഇങ്ങനെ റിവേഴ്സായി പോവാറ്. ഈ ഒരു 0.6 0.5 എന്നുള്ള ഈ ഒരു സോണിനെ പറയുന്നതാണ് ഗോൾഡൻ സോൺ. 0.6നെ പറയുന്നതാണ് ഗോൾഡൻ റേഷ്യോ. ഓക്കെ, 0.6ന്റെയും 0.5ന്റെയും ഇടയിൽ നിന്നായിരിക്കും മിക്കപ്പോഴും റിവേഴ്സൽ പോവാറ്. അപ്പൊ നമുക്ക് ഇതിൽ ഇപ്പോൾ ഇങ്ങനെയൊരു വേവ് വന്നു. ഓക്കെ, ഇങ്ങനെയൊരു വേവ് വന്നു. ഇതിൽ ഫസ്റ്റ് വേവ് വന്നു, പിന്നെ സെക്കൻഡ് വേവ് വന്നു. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു സ്റ്റോക്ക് കാണുന്നത്. നമ്മൾ ഇവിടെ നിന്ന് എൻട്രി എടുത്തില്ല. ചാടി കയറി ഒരിക്കലും എൻട്രി എടുക്കാൻ പാടില്ല. അത് റിവേഴ്സ് ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. റിവേഴ്സ് ആയി കഴിഞ്ഞാൽ ഫിബൊനാച്ചി പ്ലേസ് ചെയ്യാം. ഏത് പോയിന്റിൽ നിന്ന് അത് റിവേഴ്സലായി പോകും. ഫിബൊനാച്ചി പ്ലേസ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് നോക്കുന്ന സമയത്ത് ഇപ്പൊ 0.5 എന്നാണ് റിവേഴ്സലായി മുകളിലോട്ട് പോകുന്നതെങ്കിൽ അവിടെ നമ്മൾ റിവേഴ്സൽ സോൺ മാർക്ക് ചെയ്തിരും. ഇവിടെയാണ് റിവേഴ്സൽ സോൺ നമ്മൾ മാർക്ക് ചെയ്യുന്നതിന്റെ ഉപകാരം. ഇങ്ങനെ ഒരു റിവേഴ്സൽ സോൺ നമ്മൾ മാർക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഇഷ്ടംപോലെ റിട്രേസ്മെന്റ് പോയിന്റുകൾ ഉണ്ട് അല്ലേ. ഇതിൽ എവിടെ നിന്ന് ഷാർപ്പായിട്ട് റിവേഴ്സൽ ആവും നമുക്കറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സോൺ കൂടി നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഈ സോൺ എങ്ങനെ മാർക്ക് ചെയ്യുന്നത്, എന്തിന്റെ അടിസ്ഥാനത്തിൽ മാർക്ക് ചെയ്യുന്നുള്ളത് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കണ്ടിട്ട് കാര്യമുള്ളൂ. ഓക്കെ, ഇനി ഇതില് ടാർഗറ്റ് എങ്ങനെ ഫൈൻഡ് ചെയ്യാം. ഇപ്പൊ ഇത് മുകളിലോട്ട് കയറി താഴോട്ട് വന്നു, റീടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ മുകളിലോട്ട് കയറുന്ന സമയത്ത് നമ്മൾ നോർമലി എക്സ്റ്റൻഷൻസ് ആണ് ടാർഗറ്റ് ആയിട്ട് വെക്കുക. അപ്പൊ എക്സ്റ്റൻഷൻ ടാർഗറ്റ് ആയിട്ട് വെക്കുന്നതിന് മുൻപ് നമ്മൾ ഈ ഫിബൊനാച്ചി പ്ലേസ്മെന്റിൽ ചെറിയൊരു മാറ്റം വരുത്തണം. ഫസ്റ്റ് വെക്കുന്നത് ഇങ്ങനെ, അതായത് ഇപ്പൊ ഇതാണ് ഒരു വേവെങ്കിൽ ഈ വേവിൽ നിന്ന് വരുന്ന കറക്റ്റ് ഈ വേവിന്റെ ഡിപ്പാണ് ഫൈൻഡ് ചെയ്യേണ്ടതെങ്കിൽ ഈ വേവിന്റെ ഹൈയിൽ ഫിബൊനാച്ചിയുടെ ഹൈയും ഈ വേവിന്റെ ലോയിൽ ഫിബൊനാച്ചിയുടെ ലോയും പ്ലേസ് ചെയ്യണം. 0 ഇവിടെയും 1 ഇവിടെയും പ്ലേസ് ചെയ്യണം ഹൈയിൽ. എന്നിട്ട് റിട്രേസ്മെന്റ് സോൺ ഫൈൻഡ് ചെയ്യുക. റിട്രേസ്മെന്റ് കിട്ടിയിട്ട് മുകളിലോട്ട് കയറുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ടാർഗറ്റിന് വേണ്ടിയിട്ട് ഇത് എവിടെയാണോ ഷാർപ്പായിട്ട് ലോ വന്നത് ആ ലോവിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്യാം. അത് ഞാൻ കാണിച്ചു തരാം ലൈവായിട്ട്, മറ്റേ സ്റ്റോക്കിൽ കാണിച്ചു തരാം. ഓക്കെ, ഇങ്ങനെ പ്ലേസ് ചെയ്യണം. ഇങ്ങനെ പ്ലേസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് മസ്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഹൈ ആയിരിക്കും. അതായത് ഈ 1 എന്നുള്ളതായിരിക്കും ഫസ്റ്റ് ടാർഗറ്റ്. ഇവിടെ നിന്ന് 112, ഇതിപ്പോൾ പ്രൈസ് 112 ആണ്. 112 നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ 126 ആയിരിക്കും ഫസ്റ്റ് ടാർഗറ്റ്, 134 സെക്കൻഡ്, 148 തേർഡ്. ഇങ്ങനെയായിട്ടായിരിക്കും നമ്മൾ പ്ലേസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഞാൻ ഒരു മാസം മുൻപ് ഞാൻ ഈ പ്രിസിഷൻ ക്യാംഷാഫ്റ്റിലെ എൻ്റെ വ്യൂ ഞാൻ ഷെയർ ചെയ്തിരുന്നതാണ്. നിങ്ങൾക്ക് അത് ഷോർട്ട് ടേമിന്റെ സ്റ്റോക്ക് അനാലിസിസിന്റെ സീരീസ് ഉണ്ട്. അതിൽ ഒക്ടോബർ 16, 17 തീയതികളിലെ ഏതോ ആ ഒരു 2 തീയതികളിലെ ഒരു വീഡിയോ ആണ്. അതിൽ പ്രിസിഷൻ ക്യാംഷാഫ്റ്റിൽ ഞാൻ എൻ്റെ വ്യൂ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഒരു പോയിന്റിലാണ് നിന്നത്. അപ്പം ഞാൻ 2 എൻട്രി സോണുകൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ഫിബൊനാച്ചി നമുക്കിപ്പോൾ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ എങ്ങനെയായിരിക്കും ഫിബൊനാച്ചി പ്ലേസ് ചെയ്യുക. ഇത് ഹൈ, ഇതാണ് ഒരു വേവ്, ഇതിൻ്റെ ഹൈയിൽ പ്ലേസ് ചെയ്യും. ഇതിൻ്റെ ഹൈയിൽ ഫിബൊനാച്ചി പ്ലേസ് ചെയ്യും. ഇതിൻ്റെ ലോയിൽ ഫിബൊനാച്ചിയുടെ 0 ഇവിടെ വെക്കും.
ഇപ്പോൾ ഇത് റിവേഴ്സ് ആയി പോയിരിക്കുന്നത് 0.5 എന്നാണ്. ഓക്കെ, അപ്പോൾ ഞാനൊരു സോൺ മാർക്ക് ചെയ്തു. ഈ സോണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മാർക്ക് ചെയ്തെന്നുള്ളതൊക്കെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഈ സോണൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നതെന്ന്. സപ്പോസ് ഇത് ബ്രേക്ക് ആയിട്ട് ഈ 0.5ന്റെയും താഴോട്ട് വന്നതാണെങ്കിൽ പിന്നെ ഞാൻ എൻട്രി എടുക്കുന്നത് ഈ സോണിൽ നിന്നായിരിക്കും. 0.2 വരുന്ന ഈ സോണിൽ നിന്നായിരിക്കും. 0.3 ഞാൻ എൻട്രി കൺസിഡർ ചെയ്യില്ല. ഇത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ, ഈ സോൺ ബ്രേക്ക് ആയാൽ പിന്നെ ഞാൻ ഈ സോണിൽ നിന്ന് എൻട്രി എടുക്കുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ 0.5 എന്നും റിവേഴ്സിൽ എന്റെ സോണെന്നും റിവേഴ്സിൽ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ നിന്ന് കൺഫേം ആയിട്ട് എൻട്രി എടുക്കാൻ പറ്റും. അങ്ങനെ എൻട്രി എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് മസ്റ്റ് ആയിട്ട് 331 ആയിരിക്കും. 270 ഞാൻ എൻട്രി എടുക്കുകയാണെങ്കിൽ 331 2 വീക്കിൽ നമുക്ക് കിട്ടും. ഈ സ്റ്റോക്ക് ഞാൻ സെലക്ട് ചെയ്തതിൻ്റെയും എങ്ങനെ സെലക്ട് ചെയ്തു എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോൻ്റെ മുൻപത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. വോളിയം ഗെയിനേഴ്സ് എന്ന് പോയിട്ട് സെലക്ട് ചെയ്യാം. അപ്പം നമുക്ക് ഇപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് പഠിക്കാം? സ്റ്റോക്ക് ലൈവായിട്ട് സെലക്ട് ചെയ്തിട്ട് വോളിയം ഗെയിനേഴ്സിൽ പോയി സെലക്ട് ചെയ്ത് അതിൽ ഞാൻ എങ്ങനെയാണ് എൻട്രി പ്ലേസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു 1-2 സ്റ്റോക്കുകൾ. ഓക്കെ, അപ്പോൾ ഇതിൽ ലോ പ്ലേസ് ചെയ്തു, ഹൈ പ്ലേസ് ചെയ്തു. 0.5 എന്നും എൻ്റെ റിവേഴ്സൽ സോണെന്നും റിവേഴ്സൽ കിട്ടി. ഡബിൾ കൺഫർമേഷൻ. ഇവിടെ നിന്ന് എൻട്രി പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 331 2 വീക്കിൽ കിട്ടി 60 പോയിന്റ്സ്. നിയർലി എത്ര പോയിന്റ് വരും? 20% അബവ് പ്രോഫിറ്റ് പ്രിസിഷൻ ക്യാം ഷാഫ്റ്റ് എന്ന് കിട്ടും ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ആകുമ്പോൾ തന്നെ. അപ്പോൾ ഇതിൽ ടാർഗറ്റുകൾ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇനി ഇത് പ്രോപ്പർ ഒരു സ്വിംഗ് ആക്കി എടുത്തിട്ട് ഒരു 2-3 മന്ത്സ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഇത് ഞാൻ ഈ ലോനെ നേരെ മുകളിലോട്ട് കൊണ്ടുവരും. എന്നിട്ട് എവിടെയാണോ ഡിപ്പ് തന്നത് അവിടെ കൊണ്ടുപോയി ഇത് പ്ലേസ് ചെയ്യും. പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റ് ഇത് വരും. എന്നിട്ട് സെക്കൻഡ് ടാർഗറ്റ് 373 ആയിരിക്കും. ഫസ്റ്റ് ടാർഗറ്റ് 331, സെക്കൻഡ് ടാർഗറ്റ് 373. തേർഡ് ടാർഗറ്റ് 2.6 വരുന്ന 442. ഇതായിരിക്കും തേർഡ് ടാർഗറ്റ് ആയിട്ട് വരിക. ഓക്കെ, സെക്കൻഡ് ടാർഗറ്റ് നിന്ന് എക്സിറ്റ് ആവുകയാണെങ്കിൽ പോലും നിയർലി 30% പ്രോഫിറ്റ്, 33%ന്റെ അടുത്ത് പ്രോഫിറ്റ്, 33-35% പ്രോഫിറ്റ് നമുക്ക് അവിടെ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിലും ഇതൊന്ന് ജസ്റ്റ് നോക്കിയേ. ഇവിടെ നിന്ന് ഇതിപ്പോൾ ഹൈ ലോ, ഇവിടെ നിന്ന് റിവേഴ്സിൽ വന്നിട്ടുള്ളത് 0.5ന്റെയും 0.3ന്റെയും ഇടയിൽ നിന്ന്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു റിവേഴ്സൽ സോൺ മാർക്ക് ചെയ്യുകയാണെങ്കിലും നമുക്ക് റിവേഴ്സൽ സോൺ ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്നില്ല, കാരണം പിന്നെയും വീഡിയോ ലാഗ് ആവുള്ളൂ. ഒരു സോൺ എങ്ങനെയും മാർക്ക് ചെയ്യുന്നുള്ളത് ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ആ വീഡിയോസ് കണ്ടിട്ട് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. നാളെ തന്നെ പോയിട്ട് ഈ ഫിബൊനാച്ചി ടൂൾ വെച്ചിട്ട് എൻട്രി എടുക്കണമെന്നല്ല, ഫസ്റ്റ് പേപ്പർ ട്രേഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് കൂടി കോൺഫിഡൻസും കൺഫർമേഷനും കിട്ടുമ്പോൾ എൻട്രി കൺസിഡർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടാർഗറ്റുകൾ വെക്കുക. ഇനി ഇത് ബ്രേക്ക് ആയിട്ട് ഇത് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ ഇത് ഈ പോയിന്റിൽ 373 ടച്ച് ആയിട്ട് താഴോട്ട് വന്ന് 333 ടച്ചായി, പിന്നെയും മുകളിലോട്ട് കയറി 442, 373. അതങ്ങനെ ഇങ്ങനെ സിക്സാഗ് ആയിട്ട് ഇങ്ങനെ പോകും. ഫിബൊനാച്ചി ടൂള് എന്താ പറയുക, പ്രൊഫഷണൽ ആയിട്ടുള്ള നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതിലെ ബെസ്റ്റ് ആയിട്ടുള്ള ടൂളിൽ ഒന്നാണ് ഫിബൊനാച്ചി. അത് കൺഫേം ആണ്. അത് നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ ഈ ഫിബൊനാച്ചി നമുക്ക് ഇങ്ങനെ റിവേഴ്സൽ മാത്രം എടുക്കാതെ നമുക്ക് ഇതിനെ നല്ല ലെവൽസ് ആയിട്ട് കൂടി കൺസിഡർ ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല ലെവലായിട്ട് ആക്ട് ചെയ്യും ഇത്. ഫിബൊനാച്ചി എന്ന് പറയുന്നത് നല്ല ലെവലായിട്ട് ആക്ട് ചെയ്യും. ഇപ്പം നിങ്ങൾ ഇതൊന്ന് നോക്കിയേ. ഇപ്പോൾ ഇത് ഹൈയും ലോ ആയിട്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവിടെ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ റെസ്പെക്ട് ചെയ്തിട്ട് പിന്നെ ഇവിടെ നിന്ന് പമ്പിങ് വന്നു 0.7 റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് റിവേഴ്സിൽ വരുന്ന സമയത്ത് 0.5 എന്ന് ഇവിടെയൊക്കെ ഷാർപ്പ് റെസ്പെക്ട് ചെയ്യണം കേട്ടോ. 0.6 ഇത് 1 ഡേ ടൈം ഫ്രെയിം ക്യാൻഡിലാണ്. മുകളിലോട്ട് കയറി 0.7 റെസ്പെക്ട് ചെയ്യുന്നതാണ്ടോ, 1 റെസ്പെക്ട് ചെയ്യുന്നതാണ്ടോ, 0.7 1. അപ്പോൾ ഇതെല്ലാം നല്ലൊരു ലെവലായിട്ട് ആക്ട് ചെയ്യുന്നതാണ്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഫിബൊനാച്ചി എങ്ങനെ ഷാർപ്പായിട്ട് പ്ലേസ് ചെയ്യണമെന്നും എൻട്രി കൺസിഡർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും മനസ്സിലായില്ലേ? അപ്പോൾ സോൺ കൂടി മാർക്ക് ചെയ്യാം. നമ്മുടെ ഈ സോൺ കൂടി മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡബിൾ കൺഫർമേഷൻ ആണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. ഓക്കെ, ടാർഗറ്റ് ഫൈൻഡ് ചെയ്യേണ്ടത് ലോ ജസ്റ്റ് എടുത്തിട്ട് എവിടെയാണോ ഡിപ്പ് തന്നത് അവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ടാർഗറ്റ് കിട്ടും.
നമുക്ക് ഈ എക്സ്റ്റൻഷനും റിട്രേസ്മെന്റ്സും തനിച്ച് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ചിലർ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, റിട്രേസ്മെന്റ്സ് തനിച്ച് എക്സ്റ്റൻഷൻ തനിച്ചായിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ യൂസ് ചെയ്യേണ്ട കാര്യമില്ല, ഇങ്ങനെയും യൂസ് ചെയ്യാം. ഓക്കെ, ഇതിൽ എനിക്ക് നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. ഈ സെയിം സ്റ്റോക്കിന്റെ ഒക്കെ കാര്യം ഞാൻ ഓൾറെഡി കമ്മ്യൂണിറ്റിയിലും പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ വീക്കിലി ഇപ്പൊ കറക്ഷൻ ആയതുകൊണ്ട് കുറച്ച് കാലത്തേക്ക് ഈ എൻട്രീസ് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതിന് ശേഷമാണെങ്കിലും ഇപ്പോഴാണെങ്കിലും 4-5 എൻട്രീസ് കറക്ഷന് ശേഷം മാത്രം എൻ്റെ വ്യൂ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എല്ലാം ഇതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ്. ഇത് ആർ പവർ ലേറ്റസ്റ്റ് ആയിട്ട് എൻട്രി എടുത്ത ഒരു സ്റ്റോക്കാണ്. ഓക്കെ, ഇവിടെ ഞാൻ ഫിബനാച്ചി വെച്ചിരിക്കുന്നത് കണ്ടോ, ഇത് ഫിബനാച്ചിയാണ് ഞാൻ ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, 1.6 2.6 ടാർഗറ്റ്സ് ആണ്. 2.6 ഹിറ്റായി താഴോട്ട് വന്നു, 1.6 റിവേഴ്സായി മുകളിലോട്ട് പോകുന്നു. അപ്പോൾ ഇതെല്ലാം നല്ല ടാർഗറ്റുകളായിട്ടും നല്ല ലെവലായിട്ടും ആക്ട് ചെയ്യുന്നതാണ്. ഇവിടെ ഞാൻ എൻട്രി എടുക്കാൻ വേണ്ടി എന്താ യൂസ് ചെയ്തേ, ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള സോൺ, പ്രോബബ്ലി റിവേഴ്സിൽ വരുന്ന സോണാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഫിബനാച്ചി ടാർഗറ്റിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ടാർഗറ്റ് വരുന്നത് 65 എബവ് ആയിരിക്കും എൻ്റെ ടാർഗറ്റ് വരിക. ഈ ഒരു പോയിന്റ് ഇവിടെ നിന്ന് എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കും എൻ്റെ ടാർഗറ്റ് വരിക. ഇത് വൺസ് ഇവിടെ വന്ന് ടച്ചായി താഴോട്ട് വന്ന് 6 ആയിട്ട് ഇതിങ്ങനെ പോകും. ഓക്കെ, പിന്നെ ഇപ്പോൾ ആർ പവർ ഓൾറെഡി ഒരു 29 രൂപയ്ക്ക് എടുത്തിട്ട് 51 വിറ്റിട്ട് പിന്നെ അത് കറക്ഷൻ വരാൻ വേണ്ടി കാത്തിരുന്നതായിരുന്നു. കറക്ഷൻ വന്ന സമയത്ത് റീ എൻട്രി എടുത്തതാണ്. 35 എടുത്തിട്ട് 65 റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇതിപ്പോ ഞാൻ ടാർഗറ്റ്സ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ആക്ച്വലി ഇതിപ്പോ 1 വീക്ക് ടൈം ഫ്രെയിം ആണ്, ഹയർ ടൈം ഫ്രെയിം ആണ്. ഹയർ ടൈം ഫ്രെയിമിൽ ഫിബനാച്ചി മാസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രം ലോവർ ടൈം ഫ്രെയിമിലേക്ക് കൊണ്ടുപോകട്ടോ. 1 വീക്കിലും 1 മന്തിലൊക്കെ വെച്ച് നല്ലോണം ഒന്ന് പഠിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, 1 ഡേയിലും 1 അവറിലൊക്കെ വെച്ചിട്ട് ട്രൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ നിന്ന് ഇതൊരു വേവ് ആക്കി എടുക്കുകയാണെങ്കിൽ, ഇതൊരു ലോയും ഇതൊരു ഹൈയും ആക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് എൻട്രി വന്നിരിക്കുന്നത് 0.3 എന്നാണ്. 0.3 നിന്നാണ് എൻട്രി വന്നിരിക്കുന്നത്. 0.3 എൻട്രി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇത് എല്ലാ ടൈം ഫ്രെയിമിലും ഫിബനാച്ചി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഫിബനാച്ചി അത്ര എഫക്റ്റീവ് ആണ്. നോർമലി എലിയോട്ട് വേവ് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് അതിൽ പറയാൻ പറ്റണമെന്നില്ല, കാരണം അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. എലിയോട്ട് വേവ് മനസ്സിലാക്കി, അതായത് ഒരു ജസ്റ്റ് ഓൺലൈൻ വഴി ഒരു വീഡിയോ മൂലം മനസ്സിലാക്കി തരുന്നതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നാൽ ആവും വിധം ഞാൻ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യാം എലിയോട്ട് വേവിനെ കുറിച്ച്. എലിയോട്ട് വേവ് വെച്ചിട്ട് നമ്മൾ ലോങ് ടേമിക്കായാലും ഷോർട്ട് ടേമിക്കായാലും എൻട്രി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഉപകാരപ്പെടുന്ന ടൂളാണ് ഫിബനാച്ചി. എൻട്രി എടുക്കാനും ടാർഗറ്റ് വെക്കാനും സ്റ്റോപ്പ് ലോസ് വെക്കാനൊക്കെ ഏറ്റവും കൂടുതൽ നമുക്ക് ഉപകാരപ്പെടുന്ന ടൂളാണ് ഈ ഫിബനാച്ചി എന്ന് പറയുന്നത്. അത്രയും എന്താ പറയുക, പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ടൂളാണ്. അപ്പോൾ ഇവിടുന്ന് ലോ താഴ്ന്ന് കിട്ടി, ഫിബനാച്ചി പ്ലേസ് ചെയ്തു, ഡിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ടാർഗറ്റ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചു. ടാർഗറ്റ് വരുമ്പോൾ എങ്ങനെയായിരിക്കും, ഫസ്റ്റ് ടാർഗറ്റ് 25 തന്നെയാണ്, ശരിയല്ലേ? 0.3 നമ്മൾ 8 രൂപ 9 രൂപയാണ് 0.3 വന്ന സമയത്ത്. 0.3 റിവേഴ്സലായത്. 0.3 റിവേഴ്സലായ സമയത്ത് ഇത് ലോങ് ടേം ആണ് കേട്ടോ. 0.3 റിവേഴ്സലായ സമയത്ത് നമുക്ക് 9 രൂപയ്ക്ക് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 25. ഇവിടെ ഷാർപ്പായിട്ട് 25 ടച്ചായി താഴെ വന്നിട്ടില്ലേ, ഇല്ലേ? ഇനി സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് 1.6, അതായത് 34.90. ഇവിടെ എല്ലാം ഷാർപ്പായിട്ട് റെസ്പെക്ട് ചെയ്തിട്ടില്ലേ, ഇല്ലേ? ഇനി തേർഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് 2.6. ഇവിടെ ഷാർപ്പായിട്ട് റെസ്പെക്ട് ചെയ്തിട്ടില്ലേ, ഇതിന്റെ മുകളിൽ ബോഡി വന്നിട്ടില്ല. ഈ ഒരു ലെവലിന്റെ മുകളിൽ ഒരു 1 ഡേയുടെ ക്യാൻഡില് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അത് മുകളിലോട്ട് കയറും. ഈ ഫിബനാച്ചിയുടെ പ്രത്യേകത അതാണ്. നമ്മളിപ്പോൾ ടൈം ഫ്രെയിമിൽ വെച്ച് യൂസ് ചെയ്യുന്ന സമയത്ത്, 1 ഡേ അല്ല 1 വീക്കിലെ
ഇപ്പോൾ നമ്മൾ 1 വീക്കിൽ ഈ ഫിബൊനാച്ചി യൂസ് ചെയ്യുകയാണെങ്കിൽ 1 വീക്ക് ടൈം ഫ്രെയിമിൽ 1 വീക്ക് ടൈം ഫ്രെയിമിന്റെ ക്യാൻഡലിന്റെ ബോഡി ഇതിന്റെ മുകളിൽ ക്ലോസ് ആവുകയാണെങ്കിൽ അത് അടുത്ത ലെവൽ വരെ പോകും. 50 90 വരെ അത് പോയി. ഓക്കെ, നമുക്ക് തേർഡ് ടാർഗറ്റും അവിടെ കിട്ടി. ഹയർ ടൈം ഫ്രെയിമിൽ തേർഡ് ടാർഗറ്റ് അവിടെ കിട്ടി. ഇത് താഴോട്ട് വന്നു. ഇത് ഇവിടെ നിന്ന് എങ്ങനെയാണ് പോയത്? മുകളിലോട്ട് കയറിയിട്ട് സെക്കൻഡ് ടാർഗറ്റ് ഹിറ്റ്, ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ആയപ്പോൾ 0.7ലേക്ക് തിരിച്ചു വന്നു. സെക്കൻഡ് ടാർഗറ്റ് ഹിറ്റ് ആയപ്പോൾ അത് അവിടെ ഒന്ന് കൺസോൾഡേറ്റ് ആയിട്ട് ഫസ്റ്റിലും സെക്കൻഡിലും ഇങ്ങനെ തട്ടി ഫസ്റ്റ് സെക്കൻഡ് ടാർഗറ്റ് ബ്രേക്ക് ആയി മുകളിലോട്ട് കയറിയപ്പോൾ തേർഡ് ടാർഗറ്റ് കിട്ടി. താഴോട്ട് വന്ന് സെക്കൻഡ് ടാർഗറ്റിൽ ഹിറ്റായി. എന്നിട്ട് ഇത് മുകളിലോട്ട് കയറുകയാണെങ്കിൽ ഫോർത്ത് ടാർഗറ്റിൽ ഹിറ്റ് ആവും. പിന്നെ താഴെ വന്നിട്ട് തേർഡ് ടാർഗറ്റിൽ തട്ടും. ഇതിങ്ങനെ പിന്നെ അവിടെ നിന്ന് ഒരു കറക്ഷൻ വരും, താഴോട്ട് വരും. പിന്നെ അവിടെ നിന്ന് ആ റാലി കണ്ടിന്യൂ ചെയ്ത് ഇത് ഇങ്ങനെ സിക്സാഗ് ആയിട്ട് ഇങ്ങനെ കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് ഈ കറക്ഷൻ വരുന്ന സമയത്ത് ഇപ്പോൾ വന്ന കറക്ഷൻ ഉണ്ടല്ലോ, ഇതിലൊക്കെ ലാർജ് ക്യാപ്സിന്റെ ഒക്കെ കറക്ഷൻ വരുന്നത് എവിടം വരെ വരും എന്നുള്ളത് നമുക്ക് ഷാർപ്പായിട്ട് എലിയോട്ട് വേവും അതേപോലെ തന്നെ ഫിബൊനാച്ചി മാസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അത് ഞാൻ കമ്മ്യൂണിറ്റിയിൽ പറഞ്ഞിട്ടുമുണ്ട്. മെയിൻ ആയിട്ടുള്ള ലാർജ് ക്യാപ്സിന്റെ ഒക്കെ റിലയൻസ്, HDFC, SBI, ടാറ്റ മോട്ടോഴ്സ് ഇതുപോലെയുള്ള സ്റ്റോക്കുകളുടെ ഒക്കെ ഡിപ്പ് എവിടെയാണ്, ഏത് പോയിന്റ് വന്നിട്ടാണ് റിവേഴ്സ് ആവാൻ ചാൻസ് ഉള്ളത് എന്നുള്ളതൊക്കെ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഒരു പരിധി വരെ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇപ്പൊ കറക്ഷൻ, ചെറിയ ടൈം ഫ്രെയിമിലെ കറക്ഷൻ ആയിക്കോട്ടെ, വലിയ ടൈം ഫ്രെയിമിലെ കറക്ഷൻ ആയിക്കോട്ടെ, ഇതെല്ലാം നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. എല്ലാത്തിനും നമുക്ക് ഫൈൻഡ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ഒരു മാർഗം ഉണ്ടാവും. ഓക്കെ, അപ്പൊ പ്രാക്ടീസ് ചെയ്യാം. ഫിബൊനാച്ചി ജസ്റ്റ് നാളെ തന്നെ എടുത്തിട്ട് എന്ത് ചെയ്യരുത്, അതില് അത് റിയൽ മണി വെച്ചിട്ട് ഫിബൊനാച്ചി വെച്ച് ട്രേഡ് എടുക്കരുത്. ഓക്കെ, പ്രാക്ടീസ് ചെയ്യുക, പേപ്പർ ട്രേഡ് ചെയ്യുക, അതിനുശേഷം മാത്രം റിയൽ മണി വെച്ചിട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ എന്താ പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ പഠിച്ച 3 കാര്യങ്ങളുണ്ടല്ലോ, സ്റ്റോക്ക് സെലക്ട് ചെയ്യല്, റിവേഴ്സൽ സോൺ മാർക്ക് ചെയ്യല്, ഫിബൊനാച്ചിയും പഠിച്ചു. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, സ്റ്റോക്ക് സെലക്ട് ചെയ്യും, എന്നിട്ട് അതിൽ എൻട്രി ഫൈൻഡ് ചെയ്യും, ടാർഗറ്റ്, സ്റ്റോപ്പ് ലോസ് ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് റിയൽ ആയിട്ടൊന്ന് നോക്കാം, ഒരു 1-2 സ്റ്റോക്കുകളുടെ. അപ്പോൾ പ്രിസിഷൻ ക്യാം ഷാഫ്റ്റിന് എവിടം വരെ പോകുന്ന നമ്മൾ നോക്കിയത്. പ്രിസിഷൻ ക്യാം ഷാഫ്റ്റ് നെക്സ്റ്റ് ടാർഗറ്റ് വരുന്നത് 1 ഡേ ടൈം ഫ്രെയിമില്. ഓക്കെ, നെക്സ്റ്റ് ടാർഗറ്റ് ആയിട്ട് വരുന്നത് 372. അത് നമുക്ക് വരുമോ നോക്കാം. ഓക്കെ, ഇതിപ്പോ 1 ഡേ ക്യാൻഡിൽ ഇതിന്റെ മുകളിൽ ക്ലോസ് ആയിട്ടുണ്ട്. പ്രോബബ്ലി 372 ടച്ച് വരാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, ഇവിടെ റെഡ് ക്യാൻഡിലിന്റെ ബോഡി മേലേക്ക് വന്നിട്ടുണ്ട്, പക്ഷെ അത് കണക്ക് കൂട്ടണ്ട. അത് റെഡ് ക്യാൻഡിലിന്റെ ഓപ്പണിംഗ് ആണ് മുകളിലോട്ട് വന്നിരിക്കുന്നത്. ഗ്രീൻ ക്യാൻഡിലിന്റെ ക്ലോസിംഗ് മുകളിൽ വരണം. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കട്ടെ. ഇവിടെ ഗ്രീൻ ക്യാൻഡിലിന്റെ ക്ലോസിംഗ് മുകളിൽ വന്നിട്ടുണ്ട്. പ്രോബബ്ലി മുകളിലോട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. 372 ടച്ച് വരാനുള്ളത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഫിബൊനാച്ചി യൂസ് ചെയ്യുക. ക്ലിയർ ആയില്ലേ? ടാർഗറ്റ്സ് ഫൈൻഡ് ചെയ്യുന്നതും എൻട്രി കൺസിഡർ ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കണ്ടന്റ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ടെലഗ്രാം കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് താഴെ കൊടുക്കാം. അതിൽ അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ലിങ്ക് ഉണ്ടാവും. അതുപോലെ തന്നെ നോർമൽ ഇക്വിറ്റിയുടെ കമ്മ്യൂണിറ്റി ഉണ്ടാവും. ഇപ്പോൾ ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ, ഓപ്ഷൻസോ കമ്മോഡിറ്റീസ് ഒക്കെ ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ അഡ്വാൻസ്ഡ് ഗ്രൂപ്പിലും കൂടി ജോയിൻ ചെയ്യാം. ലൈവ് മാർക്കറ്റിലൊക്കെ ഡിസ്കസ് ചെയ്യാൻ പറ്റും കാര്യങ്ങൾ. ഓക്കെ, നിങ്ങൾക്കുള്ള ചെറിയ ഡൗട്ട്സ് ഒക്കെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.